62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. 901 പോയിന്റുമായി കോഴിക്കോടും 897 പോയിന്റുകളുമായി കണ്ണൂർ തൊട്ടു പിന്നിലുമുണ്ട്. ആതിഥേയരായ കൊല്ലം 6ാം സ്ഥാനത്താണ്. സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മിഥുൻ അയ്യപ്പനുണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, കലോത്സവ നിറവിൽ തന്നെയാണ് കൊല്ലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1ാം സ്ഥാനത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. വിഷ്ണു, 1ാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടം, സ്വർണ്ണക്കപ്പിനായിട്ടുള്ള പോരാട്ടം അതിശക്തമായി തന്നെ തുടരുകയാണുള്ളത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ഈ കലോത്സവം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് കോഴിക്കോട് നിന്ന് ഈ സ്വർണ്ണക്കപ്പ് ഈ കൊല്ലത്തേക്ക് ഘോഷയാത്രയായി കൊടുത്തയക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. താൽക്കാലികമായി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇത് കൊടുത്തയക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് മേയർ അടക്കം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാകുന്നു എന്നുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കോഴിക്കോട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ളൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് തൊട്ടു പുറകെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, എല്ലാം അവസാനത്തെ 2 ദിവസങ്ങളിലാണ് കോഴിക്കോട് സ്കോർ ചെയ്യാറ്, ആ ഒരു പ്രമാദിത്യം ഉറപ്പിക്കാറ്. അതേ ശൈലി തന്നെ ഇത്തവണയും തുടർന്നു. അവസാന ദിവസം 1ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കോഴിക്കോട്. 901 പോയിന്റുമായി കോഴിക്കോട് 1ാം സ്ഥാനത്ത് തുടരുന്നു. 897 പോയിന്റുമായി കണ്ണൂർ ഇത്തവണ 2ാം സ്ഥാനത്ത് തുടരുന്നു. പാലക്കാട് കഴിഞ്ഞ വർഷത്തിന് മുൻപുള്ള വർഷത്ത് സ്വർണ്ണക്കപ്പിന് ജേതാക്കളായിരുന്നു. അവർ 895 പോയിന്റുമായി മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇന്ന് ഏതാണ്ട് 10 വേദികളിൽ മാത്രമാണ് ഇന്ന് മത്സരങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഫലങ്ങളാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഫലങ്ങൾ. 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അതാത് ജില്ലകൾക്ക് നൽകുന്ന പോയിന്റുകൾ അതിനിർണായകമാണ്. നമ്മോടൊപ്പം ഉള്ളത് ഇന്നിപ്പോൾ കലോത്സവത്തിൻ്റെ ഏറ്റവും അവസാന ദിവസം അതിശക്തമായ മത്സരം കഴിഞ്ഞ് വന്നെത്തിയിരിക്കുകയാണ്. വയനാട് നിന്നുള്ള സൗരവ് എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ്. നാടോടി നൃത്ത മത്സരത്തിൽ എനിക്ക് തോന്നുന്നു വേഷമൊക്കെ കണ്ട് ഒരു ആദിവാസിയോ അല്ലെങ്കിൽ ഒരു വേട്ടക്കാരനോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ, ആദിവാസിന്റെ വേഷമാണ്. ആദിവാസിയായിട്ടുള്ള വേഷമാണ്. വയനാട്ടിൽ നിന്ന് വന്നിരുന്ന അവരുടെ ആ ഒരു ജില്ലയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ആദിവാസികളുടെ എന്ന് പറയുന്നത്. അവിടെയാണല്ലോ ഏറ്റവും നാടോട് ചേർന്നൊരു വേഷമാണ് ഞാൻ തിരഞ്ഞെടുത്തത് നിൽക്കുന്നത്. എങ്ങനെ ജില്ലാ കലോത്സവത്തിലൊക്കെ ഉണ്ടായിരുന്ന മത്സരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ജില്ലാ കലോത്സവത്തിൽ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. സ്റ്റേറ്റിലെത്തി. വയനാട് ഓവറോൾ മത്സരങ്ങളിൽ പോയിന്റുകളിൽ കുറച്ച് പുറകെ പോയി തോന്നുന്നു, അല്ലേ? അതെ അതെ, കുറച്ച് പുറകിലുള്ള. എല്ലാ വർഷവും നമുക്കറിയാം വയനാട്, ഇടുക്കിയൊക്കെ ഒരു ഏറ്റവും അവസാനങ്ങളിൽ എത്തുന്ന ജില്ലകളാണ് ഉണ്ടാവാറ്. അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ അതെ, വരും വർഷങ്ങളിൽ എല്ലാ ജില്ലയും വലിയ അവരുടെ കുട്ടികളുടെ പ്രകടനത്തിന്റെ കരുത്തിന്മേൽ സ്വർണ്ണക്കപ്പിലേക്കുള്ള യാത്ര തുടരട്ടെ എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. നമ്മൾ ഒരുപാട് സംസാരിച്ച് വഷളാക്കുന്നില്ല. നമുക്ക് ഈ സൗരവിന്റെ പെർഫോമൻസ്, ആ പ്രകടനം തന്നെയാണ് കാണേണ്ടത്. ഒരു അമ്പും വില്ലൊക്കെ ആയിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. എന്തായാലും എങ്ങനെയായിരിക്കും അതിന്റെ പ്രകടനം എന്ന് കാണാം. നമുക്ക് ആ പെർഫോമൻസിലേക്ക് കടക്കാം. களிப்புள்ள அரசா மரக்கே களிப்புள்ள ரொண்டா வண்டா களிப்புள்ள ഏലേലം കിളികൂന്നൊരു എഴിമലച്ചോട്ടിൽ തെളു കുളിർ തൂവി ഒഴുകും കുന്തിപ്പുഴച്ചാറ് മൂപ്പൻ വാഴും ഊരിൽ കൂട്ടം കൂടി പാക്കും വേങ്ങൾ കനകകാടിനുടമകൾ ഞങ്ങൾ ആദിവാസികൾ. മൂപ്പന്റെ കൊച്ചുമോൻ കാരിരുമ്പിൻ കരുത്തുള്ള കരുമാടി, അവൻ കാടിന്റെ ചിങ്കാരി കൺമണിയ പൊന്നിയെ വേട്ടൊരു വീരൻ. അപ്പനും അമ്മയും ഇല്ലാതെ മൂപ്പന്റെ തണലിൽ വളർന്നവൻ, ഈ ആദിവാസി മക്കൾ തൻ കരളാണവൻ.
പുരാവസ്തു ഗവേഷണം എന്ന് ചൊല്ലി ഒരു കൂട്ടമേമാന്മാർ കാട്ടിലെത്തി. അവിടെയും ഇവിടെയും കുഴിച്ചു നോക്കി, പലമരപ്പൊത്തിലും തപ്പി നോക്കി. ആദിത്യൻ മലമേട്ടിൽ മറഞ്ഞപ്പോൾ ആട്ടവും പാട്ടും സൽക്കാരമായി. തീർച്ചയായിട്ടും അതിമനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. നമുക്കറിയാം പനമരത്ത് നിന്നാണ് വരുന്നത് അല്ലേ? പനമരം സ്കൂളിന്റെ പേരെന്തായിരുന്നു? കൊല്ലം ഉള്ളത്. പനമരത്ത് നിന്നാണ് വരുന്നത്. പനമരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിമനോഹരമായ പെർഫോമൻസ് തന്നെയാണ് നാടോടി നൃത്തത്തിൽ ഇപ്പോൾ വയനാട് എന്നുള്ള ഒരു വിദ്യാർത്ഥി മുന്നോട്ട് വെച്ചത്. കലോത്സവ നിറവിൽ തന്നെയാണ് കൊല്ലം ജില്ലയുള്ളത്. ഇന്ന് സമാപന ദിവസമാണ്. സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടിയും പങ്കെടുക്കും. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.